കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ക്ലാസ്സിനോട് ചേർന്നാണ് നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്തില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ അത് ഡെഫിനറ്റ്ലി പോയി കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എന്താ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ക്ലാസ് പോയി കാണാം. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന, തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരുമ്പോൾ പിന്നെ ഒന്നേന്ന് പഠിക്കാനായിട്ട് ഇതെല്ലാം വീണ്ടും കണ്ടു നോക്കേണ്ടി വരും. അപ്പം അത്രയും ടൈം വേസ്റ്റ് അല്ലേ. അപ്പം നിങ്ങളിതൊരു നോട്ട്ബുക്കിൽ കുറിച്ചിടുക, ഡൗട്ട് തോന്നുന്ന സമയത്ത് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളൊരു കാര്യം ചെയ്തില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നോക്കാം. ഇപ്പം അതായത് അവൻ എന്നെ ഇന്നലെ വിളിച്ചില്ല. അതായത് അവൻ ഒരു കാര്യം ചെയ്തില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ചെയ്തില്ല, അവൻ എന്ത് ചെയ്തില്ല? വിളിച്ചില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഡിഡ് നോട്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഞാൻ കോമന്റ് സെക്ഷനിൽ ഒത്തിരി ഡൗട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഡൂം ഡസ്റ്റ് ഒക്കെ പഠിച്ച വീഡിയോയിൽ ഡൗട്ട് കണ്ടിട്ടുണ്ട്, എന്താണ് ഈ ഡിഡിന്റെ യൂസേജ് എന്ന്. ഇതാണ് ഡിഡിന്റെ മെയിൻ ആയിട്ടുള്ള യൂസേജ്. നമ്മളൊരു കാര്യം ചെയ്തില്ല എന്ന് പറയാനാണ് നമ്മൾ ഡിഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡിഡ് നോട്ട് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമുക്ക് ഡിഡിൻറ്റ് എന്നും പറയാം. രണ്ടും കറക്റ്റ് ആണ്. ഡിഡിൻറ്റ്, ഓക്കെ, ഡിഡിൻറ്റ് അല്ലെങ്കിൽ ഡിഡ് നോട്ട്. ഇനി അവൻ എന്നെ ഇന്നലെ വിളിച്ചില്ല എന്നെങ്ങനെ പറയും? നമുക്ക് ആദ്യം ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ച് തുടങ്ങാം. ആരെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ടാണ് അല്ലേ. അവൻ എന്നെ ഇന്നലെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹി എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഹി. ഇനി എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത്? വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വിളിച്ചു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വിളിച്ചു എന്നുള്ളതിന് വിളിച്ചു, ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ കോൾഡ് എന്നാണ് പറയാം അല്ലേ, കോൾഡ്. അപ്പൊ വിളിച്ചില്ല എന്ന് എങ്ങനെ പറയും? സോ നമ്മൾ വിളിച്ചില്ല എന്ന് ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഡിഡിൻറ്റ് കോൾ എന്ന് പറയും. ഡിഡിൻറ്റ് കോൾ അല്ലെങ്കിൽ ഡിഡ് നോട്ട് കോൾ. ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ. ഡിഡ് നോട്ട് കോൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ വിളിച്ചില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഡിഡിൻറ്റ് കോൾ എന്നാണ് പറയുന്നത്. വിളിച്ചില്ല, ഡിഡിൻറ്റ് കോൾ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാനായിട്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിഡിൻറ്റ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തില്ല എന്നുള്ളത് എഴുതിയാൽ മാത്രം മതി. അത്ര സിമ്പിളാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഹി ഡിഡിൻറ്റ് കോൾ എന്ന് വെച്ചാൽ എന്താ? അവൻ വിളിച്ചില്ല. ഇനി അവൻ എന്നെ ഇന്നലെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്നെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? പലർക്കും ഡൗട്ടാണ് എന്നെ എന്നുള്ളതിന് ഐ എന്നല്ലേ പറയുന്നതെന്ന് അല്ലേ. പലർക്കും ഡൗട്ടില്ലേ? പക്ഷെ എന്നെ എന്നുള്ളതിന് ഐ എന്നല്ല, നമ്മൾ മീ എന്നാണ് പറയാം. മീ 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 എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഡൗട്ട് വരും, അതുകൊണ്ട് ഞാനൊന്നുകൂടെ വലുതാക്കി എഴുതാം. ഇപ്പോൾ ഓക്കെ ആയില്ലേ? മീ മീ എന്ന് വെച്ചാൽ ME എന്ന് വെച്ചാൽ എന്താ? എന്നെ എന്നാണ് അർത്ഥം വരുന്നത്. എന്നെ, അതുപോലെ എന്നോട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ മീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹി ഡിഡ്ന്റ് കോൾ മീ എന്ന് വെച്ചാൽ അവൻ എന്നെ വിളിച്ചില്ല. ഇനി ഇന്നലെ, സമയം നമ്മൾ എപ്പോഴും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവസാനം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഹി ഡിഡ്ന്റ് കോൾ മീ യെസ്റ്റർഡേ. അവൻ എന്നെ ഇന്നലെ വിളിച്ചില്ല. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞങ്ങൾ അവളോട് സംസാരിച്ചില്ല. ഞങ്ങൾ അവളോട് സംസാരിച്ചില്ല. അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഞങ്ങളെ പറ്റിയിട്ടാണ്. ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വി എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത്? സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സംസാരിച്ചു എന്നുള്ളതിന് നമ്മൾ ടോക്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. പക്ഷെ സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡിൻറ്റ് ടോക്ക് അല്ലെങ്കിൽ ഡിഡ് നോട്ട് ടോക്ക് എന്ന് പറയും. രണ്ടും ഓക്കെയാണ്. ഡിഡിൻറ്റ് ടോക്ക് അല്ലെങ്കിൽ ഡിഡ് നോട്ട് ടോക്ക്. സംസാരിച്ചു, ടോക്ക്. സംസാരിച്ചില്ല, ഡിഡിൻറ്റ് ടോക്ക്. ഇനി അവളോട് സംസാരിച്ചില്ല. അപ്പൊ അവൾ എന്നുള്ളതിന് നമ്മൾ ഷീ എന്നാണ് പറയുന്നത്. പക്ഷെ അവളോട് എന്ന് പറയുമ്പോൾ ടു ഹർ എന്നാകും. അവളോട് ടു ഹർ. സോ വി ഡിഡിൻറ്റ് ടോക്ക് ടു ഹർ എന്ന് വെച്ചാൽ ഞങ്ങൾ അവളോട് സംസാരിച്ചില്ല. വളരെ സിമ്പിൾ അല്ലേ? നമ്മളിപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ ടെൻഷനാണ്, ഈ എന്ത് ചെയ്യണ്ടേ, എങ്ങനെയാ? പക്ഷെ ഇത്ര സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിച്ചു? വളരെ സിമ്പിളാണ്. ആകെ നമ്മളൊരു കാര്യം ചെയ്തില്ല എന്ന് പറയാനായിട്ട് ഡിഡിൻറ്റ് യൂസ് ചെയ്യുക, എന്താ ചെയ്യാതിരുന്നതെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇനി സുരേഷ് കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ പോയില്ല. ഇപ്പം ആദ്യ കാര്യം നമ്മൾ സംസാരിക്കുന്നത് സുരേഷിൻ്റെ കാര്യമാണ് അല്ലേ.
അപ്പൊ സുരേഷ് എന്ത് ചെയ്തില്ല എന്നാ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പോയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ പോയില്ല, അതാണ് സുരേഷ് ചെയ്യാതിരുന്ന കാര്യം. പോകാന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയുന്നത്, പോയി എന്നുള്ളതിന് നമ്മൾ വെന്റ് എന്നാണ് പറയുന്നത്. പോയില്ല എന്ന് പറയുമ്പോൾ ഡിഡന്റ് എന്താണ്? ഡിഡന്റ് വെന്റ് ആണോ ഗോ ആണോ? ഡിഡന്റ് ഗോ എന്നാണ് നമ്മൾ പറയേണ്ടത്. സിമ്പിൾ ഫോം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, പാസ്റ്റ് ഫോം അല്ല, സിമ്പിൾ ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങൾ എഴുതി വെക്കുക. നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അല്ല ടീച്ചറെ, പോയി എന്ന് പറയുമ്പോൾ വെന്റ് എന്നല്ലേ, അപ്പോൾ പോയില്ല എന്ന് പറയുമ്പോൾ ഡിഡന്റ് വെന്റ് എന്നല്ലേ വരേണ്ടത്? അല്ല, നമ്മൾ വെന്റ് യൂസ് ചെയ്യരുത്, ബേസ് ഫോം യൂസ് ചെയ്യണം. അതായത് പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ, ആ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി സുരേഷ് ഡിഡന്റ് ഗോ എന്ന് വെച്ചാൽ സുരേഷ് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് എങ്ങോട്ട് പോയില്ല? ഓഫീസിൽ പോയില്ല. അപ്പം ഓഫീസിലേക്ക് പോയില്ല എന്ന് എങ്ങനെയാ പറയാ? ഡിഡന്റ് ഗോ ടു ഓഫീസ്. ഓഫീസിലേക്ക് പോയില്ല എന്നുള്ള അർത്ഥത്തിലാണ് സുരേഷ് ഡിഡന്റ് ഗോ ടു ഓഫീസ്. എപ്പോൾ പോയില്ല? കഴിഞ്ഞ ആഴ്ച. ആഴ്ച എന്നുള്ളതിന് വീക്ക് എന്നാ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ന് എങ്ങനെ പറയും? കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വർഷം, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ ലാസ്റ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. സുരേഷ് ഡിഡന്റ് ഗോ ടു ഓഫീസ് ലാസ്റ്റ് വീക്ക്. ഓക്കെ. ഇനി അവർ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവര് എന്നോടൊന്നും പറഞ്ഞില്ല. ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? അവരെ പറ്റിയിട്ടല്ലേ? ദേ. ഇനി അവരെന്ത് ചെയ്തില്ല? പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞില്ല. അപ്പം പറഞ്ഞില്ല, പറയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ടെൽ എന്ന് പറയും. പറഞ്ഞു എന്നുള്ളതിന് ടോൾഡ് എന്ന് പറയും. പറഞ്ഞില്ല എന്ന് എങ്ങനെയാ പറയാ? പറഞ്ഞില്ല, ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഡിഡന്റ് എഴുതണം. അതിനുശേഷം നമ്മൾ ടോൾഡ് എഴുതുവോ ടെൽ എന്ന് എഴുതുവോ? പറയുക എന്നുള്ളതിന് നമ്മൾ ടെൽ എന്ന് പറഞ്ഞു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ടോൾഡ് എന്നാ പറയാ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഡിഡന്റിന്റെ കൂടെ ഇനി ടെല്ലാണോ ടോൾഡ് ആണോ? കൺഫ്യൂഷനേ വേണ്ട, ബേസ് ഫോം ആണ് നമ്മൾ എടുക്കേണ്ടത്. ഏതാണ്? ടെൽ. സോ ദേ ഡിഡന്റ് ടെൽ. ദേ ഡിഡന്റ് ടെൽ. ആരോട് പറഞ്ഞില്ല? എന്നോട്. അപ്പം ദേ ഡിഡന്റ് ടെൽ മീ. എന്നോട്, എന്നെ എന്നുള്ളിടത്തൊക്കെ നമ്മൾ മീ ആണ് യൂസ് ചെയ്യേണ്ടത്. ദേ ഡിഡന്റ് ടെൽ മീ. ഒന്നും പറഞ്ഞില്ല അല്ലേ? ദേ ഡിഡന്റ് ടെൽ മീ എനിത്തിങ്. ഒന്നും എന്നുള്ള അർത്ഥത്തിലാണ് എനിത്തിങ് എന്ന് പറയുന്നത്. സോ ദേ ഡിഡന്റ് ടെൽ മീ എനിത്തിങ്, അല്ലെങ്കിൽ ദേ ഡിഡന്റ് ടെൽ മീ എനിത്തിങ്, അല്ലെങ്കിൽ ദേ ഡിഡന്റ് ടെൽ എനിത്തിങ് ടു മീ എന്നും പറയാം. രണ്ടും കറക്റ്റ് ആണ്. ദേ ഡിഡന്റ് ടെൽ എനിത്തിങ് ടു മീ, അങ്ങനെയും പറയാം. ഇനി ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പോയില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും എന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യാം. വലിയ പാടുണ്ടോ? ഇല്ല. ഞാനെന്ന് പറയുമ്പോൾ ആയി. പിന്നെ എന്താ പറയേണ്ടത്? നമ്മൾ ആകെ കണ്ടുപിടിക്കേണ്ടത് പോയില്ല എന്ന് എങ്ങനെ പറയുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ ക്ലാസ്സിൽ പോയില്ല, അത് കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ എഴുതിയാൽ മതി. കറക്റ്റായിട്ട് വേർഡ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. അല്ലാതെ സിമ്പിളാണ്, വളരെ എളുപ്പമല്ലേ? ഡിഡ് നോട്ട്, ചെയ്തില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡിഡിൻ്റെ വെച്ച് സ്വന്തമായിട്ട് ഒരു 2 സെൻറ്റൻസസ് കോമെന്റ് ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസസ് എഴുതി കോമെന്റ് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഇംഗ്ലീഷിൽ അടിപൊളിയാവും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതുവരെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ട് നോട്ട് ചെയ്ത് വെക്കുക. തോന്നുന്ന സംശയങ്ങളെല്ലാം കോമെന്റിൽ ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലുള്ള ആളുകൾക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. 24 hours ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താം. എന്നിട്ട് നിങ്ങൾ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞ് പറ്റുമെങ്കിൽ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mudra. Thank you and have a wonderful day. English Mitra. Stop worrying, start learning.